നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ പക്ഷി ഓർ ദീമക് എന്ന പാഠഭാഗത്തു നിന്നും വരുന്ന ടെസ്റ്റ് വർക്കും ക്വസ്റ്റ്യൻ ആൻസറും ആണ് കൊടുക്കുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, पक्षी अपने पंख देकर दीमक लेता है. यहाँ പക്ഷി का कौन सा മനോഭാവ പ്രകട होता है. പക്ഷി തൻ്റെ ചിറക് നൽകി ചിതലിനെ വാങ്ങുന്നു. ഇവിടെ പക്ഷിയുടെ ഏതുതരം മനോഭാവമാണ് വ്യക്തമാക്കുന്നത്. उत्तर, नौजवान पक्षी को अपने भविष्य और अस्तित्व के संबंध में कोई चिंता नहीं है. ചെറുപ്പക്കാരനായ പക്ഷിക്ക് തൻ്റെ ഭാവിയെക്കുറിച്ചോ നിലനിൽപ്പിനെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ല. कोई मेहनत किए बिना आसानी से मिलने वाले भोजन से संतुष्ट होने का मनोभाव उसमें है. യാതൊരു അധ്വാനവും കൂടാതെ എളുപ്പം ലഭിക്കുന്ന ആഹാരം കൊണ്ട് തൃപ്തിപ്പെടുന്ന മനോഭാവവും വ്യക്തമാകുന്നു. दीमक हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज़ नहीं दिया जा सकते. इस कथन के आधार पर वर्तमान संस्कृति का विश्लेषण करें. ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല. അതുകൊണ്ട് ചിതലിനു വേണ്ടി നമുക്കൊരിക്കലും നമ്മുടെ ചിറകുകൾ നൽകാൻ കഴിയില്ല. ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനിക സംസ്കാരത്തെ അപഗ്രഥിക്കാം. ഉത്തർ, आज इस संसार में सब कुछ बदल रहा है. ഇന്ന് ഈ ലോകത്ത് എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. पहले हम अपने आसपास से मिलने वाले सब कुछ गाया करते थे. ആദ്യം നാം നമ്മുടെ പരിസരത്തു നിന്നും കിട്ടുന്ന വസ്തുക്കളാണ് ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നത്. लेकिन बदलते जीवन परिवेश में खेती करने से हम विमुख हो रहे हैं. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ കൃഷി ചെയ്യാൻ വരെ നാം മുന്നോട്ട് വരുന്നില്ല. हम अपने स्वाभाविक भोजन को छोड़कर बनावटी चीज़ों के पीछे भाग रहे हैं. നാം നമ്മുടെ സ്വാഭാവിക ആഹാരം ഉപേക്ഷിച്ചിട്ട് കൃത്രിമ വസ്തുക്കളുടെ പിന്നാലെ ഓടുകയാണ്. शुरू में वे हमारे लिए रोचक लगती है. ആരംഭത്തിൽ അത് നമുക്ക് രുചികരമായി തോന്നാം. लेकिन अंत में इसका परिणाम बड़ा भयानक होता है. എന്നാൽ അവസാനം ഇതിൻ്റെ ഫലം വളരെ ഭയാനകമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷി को बेवकूफ़ कहने के संबंध में आपकी राय क्या है. പക്ഷി വിഡ്ഢിയാണെന്ന് പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. यह बिल्कुल सही है. ഇത് തികച്ചും സത്യം തന്നെയാണ്. यह പക്ഷി പ്രലോഭൻ में फंसकर अपना अस्तित्व खोता है. ഈ പക്ഷി പ്രലോഭനങ്ങളിൽ അകപ്പെട്ടിട്ട് തൻ്റെ നിലനിൽപ്പാണ് നഷ്ടപ്പെടുത്തുന്നത്. अंत में वह अपना अस्तित्व वापस लेने का प्रयास तो करता है. അവസാനം അത് അതിൻ്റെ നിലനിൽപ്പ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. तब तक उसका सब कुछ नष्ट हो जाता है. അപ്പോഴേക്കും അതിൻ്റെ എല്ലാം നഷ്ടമാകുന്നു. പക്ഷി का व्यवहार बेवकूफ़ी है. പക്ഷിയുടെ പെരുമാറ്റം വിഡ്ഢിത്തം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷി ഓർ ദീമക് കഹാനി में किन किन का प्रतिनिधित्व करते हैं. പക്ഷിയും ചിതലും എന്ന കഥയിൽ ഇവർ ആരൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു. ഇവിടെ ബോക്സിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഗാഡിവാല, പക്ഷി, ദീമക്, പങ്ക്, ബില്ലി. ഗാഡിവാല വ്യാപാരി, ഉദ്യോഗപതിയെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷി നൗജവാൻ ചെറുപ്പക്കാരെ. ദീമക് ചിതൽ സൂചിപ്പിക്കുന്നത് പ്രലോഭനമാണ്. പങ്ക് അസ്തിത്വ നിലനിൽപ്പ്. ബില്ലി ശോഷക് ചൂഷണം ചെയ്യുന്നവർ. അടുത്ത ക്വസ്റ്റ്യൻ, निम्न के अनुसार कहानी के प्रसंगों को चुनकर लिखे. മാതൃക അനുസരിച്ച് കഹാനിയിലെ പ്രസംഗങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തർ, ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. വ്യവഹാർ പ്രസംഗ്. अलसदापूर्ण कार्य करना प्रसंग. नौजवान पक्षी को लगा यह बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरे में भरकर बेच रहा है. അടുത്തത്, तात्कालिक लाभ के लिए अस्तित्व नष्ट करना. प्रसंग. गाड़ी वाले को एक पंख देकर 2 दीमक खरीद लेता. बड़ों की बातों को बिना सूझबूझ के धिक्कारना. नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. प्रलोभन में पूरी तरह फंस जाना. अब उसे न तो दूसरे कीड़े अच्छे लगते, न फल, न अनाज के दाने. दीमकों का शौक अब उस पर हावी हो गया था. अपनी गलतियों पर सफाई पूछना. उसने सोचा कि आसमान में उड़ना ही फिजूल है. वह मूर्खों का काम है. खोए हुए अस्तित्व को फिर से पाने की कोशिश करना. वह खूब मेहनत से ज़मीन में से दीमकें चुन चुनकर गाने के बजाय उन्हें इकट्ठा करने लगा. धोखेबाजी को पहचानकर निराशा होना. गाड़ी वाला चला गया. पक्षी चटपटाकर रह गया. അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷി की ചരിത്രഗത വിശേഷതാओं का विश्लेषण करें. टिप्पणी लिखें. പക്ഷിയുടെ സ്വഭാവ സവിശേഷതകൾ വിശകലനം ചെയ്യാം. കുറിപ്പെഴുതാം. ഉത്തർ,
പക്ഷി ഓർ ദീമക് का പക്ഷി ആലസി സ്വഭാव का है. പക്ഷിയും ദീമകും എന്ന കഥയിലെ പക്ഷി ആലസി സ്വഭാവക്കാരനാണ്, മടിയൻ സ്വഭാവക്കാരനാണ്. പരിശ്രം കെ ബിന ഭോജൻ പാനെ का इच्छुक है. അധ്വാനിക്കാതെ ആഹാരം നേടാനുള്ള ആഗ്രഹക്കാരനാണ്. इसी कारण से वह जल्दी व्यापारी के प्रलोभन में फंस जाता है. ഈ കാരണം കൊണ്ടാണ് അവൻ പെട്ടെന്ന് തന്നെ വ്യാപാരിയുടെ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോകുന്നത്. पंख निकाल कर देने में उसे दर्द है. അതിൻ്റെ തൂവലുകൾ ഇറുത്തു കൊടുക്കുന്നതിൽ വേദനയുണ്ടാകുന്നു. पर भी अपनी अलसता के कारण उसने उस दर्द को सह लिया. എന്നാൽ അത് അതിൻ്റെ മടി കാരണം അത് ആ വേദന അത് സഹിക്കുന്നു. सब कुछ खोने पर वह अपनी गलती समझता भी है. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിന് അതിൻ്റെ തെറ്റ് മനസ്സിലാകുന്നു. लेकिन तब तक उनका अस्तित्व नष्ट हुआ. അപ്പോഴേക്കും അതിൻ്റെ എല്ലാ അസ്തിത്വവും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അടുത്തത് ഈ പാഠഭാഗത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നൗജവാൻ പക്ഷിക്കോ കോൺസി ബാത്ത് ബഡി സുവിധ ലഗി. യുവാവായ പക്ഷിക്ക് ഏത് കാര്യമാണ് വലിയ സൗകര്യമായി തോന്നിയത്? ഉത്തർ नौजवान पक्षी को बड़ी सुविधा लगी कि एक आदमी दीमकों को बोरे में भरकर बेच रहा है. ഒരു മനുഷ്യൻ ചിതലുകളെ ചാക്കുകളിൽ നിറച്ച് വിറ്റുകൊണ്ടിരിക്കുന്നതാണ് വളരെ സൗകര്യമായെന്ന് ചെറുപ്പക്കാരൻ പക്ഷിക്ക് തോന്നിയത്. അടുത്ത ക്വസ്റ്റ്യൻ. अपनी चोंच से एक पर को खींच कर तोड़ने में उसे तकलीफ होती है, लेकिन उसे वह बर्दाश्त कर लेता है. പക്ഷി തോര अपनी तकलीफ को बर्दाश्त करने का कारण क्या होगा? തൻ്റെ ചുണ്ടുകൊണ്ട് ഒരു തൂവൽ വലിച്ചു പൊട്ടിക്കുന്നതിൽ അതിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ആ പക്ഷി അത് സഹിച്ചു. ഇങ്ങനെ പക്ഷി ബുദ്ധിമുട്ട് സഹിക്കാൻ കാരണമെന്താണ്? ഉത്തർ നൗജവാൻ പക്ഷി സ്വഭാവ് സെ ആലസി ഹെ. ആ ചെറുപ്പക്കാരനായ പക്ഷി സ്വഭാവം കൊണ്ട് മടിയനാണ്. വഹ് ജൽദി ഹി ഗാഡിവാലയ്ക്ക് പ്രലോഭൻ മേ ഫസ് ഗയ. അവൻ പെട്ടെന്ന് തന്നെ വണ്ടിക്കാരൻ്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിപ്പോയി. അടുത്തത് ടെസ്റ്റ് വർക്കാണ്. पूरी इकाई से एक बार और गुजरे ऐसे പരിസർഗയുക്ത സർവനാമം को पहचाने. ഈ യൂണിറ്റിലൂടെ ഒരു തവണ കൂടി കടന്നു പോകാം. പരിസർഗ ചേർന്ന സർവനാമങ്ങൾ തിരിച്ചറിയാം. ഇവിടെ പരിസർഗയുക്ത, സർവനാം, പരിസർഗ് ഇങ്ങനെ 3 കോളം കൊടുത്തിട്ടുണ്ട്. പരിസർഗയുക്ത ജിസ്മെ ജോ സർവനാമം ജോ, ജോയുടെ കൂടെ പരിസർഗ് മെയിൻ ചേർന്നപ്പോൾ ജിസ്മെ. ഉസ്കെ വഹിൻ്റെ കൂടെ കെ ചേർന്നപ്പോൾ ഉസ്കെ. ഹമാരെ ഹം, ഹമിൻ്റെ കൂടെ കെ ചേർന്നപ്പോൾ ഹമാരെ. തേര തൂടെ കൂടെ കാ ചേർന്നപ്പോൾ തേര. കിസിക്കോ കോയുടെ കൂടെ കോ ചേർന്നപ്പോൾ കിസിക്കോ. ഹമാര ഹമ്മിൻ്റെ കൂടെ കാ ചേർന്നപ്പോൾ ഹമാര. തേരെ തൂടെ കൂടെ കെ ചേർന്നപ്പോൾ തേരെ. ഉൻകെ വേയുടെ കൂടെ കെ ചേർന്നപ്പോൾ ഉൻകെ. തുമ്ഹാര തുമ്മിൻ്റെ കൂടെ കാ ചേർന്നപ്പോൾ തുമ്ഹാര. ഉൻകി വേയുടെ കൂടെ കീ ചേർന്നപ്പോൾ ഉൻകി. ഉസ്മെ വഹിൻ്റെ കൂടെ മേ ചേർന്നപ്പോൾ ഉസ്മെ. വഹിൻ്റെ കൂടെ പർ ചേർന്നപ്പോൾ ഉസ് പർ. മേയുടെ കൂടെ നേ ചേർന്നപ്പോൾ മേനെ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. इस पर विचार करें, रेखांकित शब्दों पर ध्यान दें. ये शब्द कैसे बने हैं? क्या इनका विभाजन संभव है? तो कैसे? അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. ഈ വാക്കുകൾ എങ്ങനെയുണ്ടായതാണ്? ഇതിന് വിഭജിക്കാൻ സാധിക്കുമോ? എങ്കിൽ എങ്ങനെ? സർവനാമങ്ങളോട് കൂടി വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുമ്പോഴാണ് ഈ വാക്കുകൾ ഉണ്ടാകുന്നത്. ഇവ വിഭജിക്കാവുന്നതാണ്. സർവനാമങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം അല്ലേ? മേ, ഹം, തു, തും, ആപ്, വഹ്, വേ, യഹ്, യേ, ജോ, കോൺ, കോയി, കുച്ച് ഇവയൊക്കെയാണ് സർവനാമങ്ങൾ. വിഭക്തി പ്രത്യയങ്ങൾ ഏതൊക്കെയാ? കാ, കേ, കി, നേ, കോ, സേ, മേം, പർ, കേലി ഇവയാണ് വിഭക്തി പ്രത്യയങ്ങൾ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഉസ്കെ, ഉസ്നെ, ഹമാര, ഉൻകെ ഇവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. വഹിൻ്റെ കൂടെ കെ ചേർന്നപ്പോൾ ഉസ്കെ, വഹിൻ്റെ കൂടെ നേ ചേർന്നപ്പോൾ ഉസ്നെ, ഹമ്മിൻ്റെ കൂടെ കാ ചേർന്നപ്പോൾ ഹമാര, വേയുടെ കൂടെ കെ ചേർന്നപ്പോൾ ഉൻകെ. അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷി ഓർ ദീമക് കഹാനി കോ ഫിൽമാനെ കെ ലിയെ പടുക്കഥ തയ്യാർ കരേം. പക്ഷിയും ദീമക്കും എന്ന് പറഞ്ഞ കഥ സിനിമയാക്കാം. അതിന് പടുക്കഥ തയ്യാറാക്കാം. പടുക്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. फिर एक दिन पक्षी के जी में ना मालूम क्या आया, वह खूब मेहनत से ज़मीन में से दीमकें चुन चुन कर गाने के बजाय उन्हें इकट्ठा करने लगा. ഒരു ദിവസം പക്ഷിയുടെ മനസ്സിൽ എന്താണ് വന്നതെന്ന് അറിയില്ല. അത് തറയിൽ നിന്നും
ചിതലുകൾ തിരഞ്ഞെടുത്തിട്ട് അത് തിന്നുന്നതിന് പകരം ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ ഉസ്കെ പാസ് ദീമകോം കെ ഡേർ ഹോ ഗയി. ഇപ്പോൾ അതിൻ്റെ കയ്യിൽ ചിതലുകൾ ഒരു കൂമ്പാരം പോലെയുണ്ട്. ഫിർ ഏക് ദിൻ ഏക് വഹ് ഗാഡി വാല ദിക്കായി ദിയ. പിന്നീട് ഒരു ദിവസം ആ വണ്ടിക്കാരനെ കണ്ടു. അപ്പോൾ പടുക്കഥ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൽ സ്ഥാൻ, സമയ്, കഥാപാത്രം, ദൃശ്യിക വിവരൺ എന്നിവ ഉണ്ടായിരിക്കണം. അവസാനം സംഭാഷണം കൊടുക്കണം. ആദ്യം ദൃശ്യ അല്ലെങ്കിൽ സീൻ എന്ന് കൊടുക്കാം. പിന്നെ സ്ഥാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ്. പിന്നെ സമയ്, കഥാപാത്രങ്ങൾ, ദൃശ്യിക വിവരൺ, സംവാദ് എന്നിവയാണ് പടുക്കഥ തയ്യാറാക്കുമ്പോൾ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് പടുക്കഥ തയ്യാറാക്കാം. ഇവിടെ ദൃശ്യം കൊടുത്തിട്ടുണ്ട്. സ്ഥാൻ പേടിക്കെ നീച്ചെ, സമയ് സബേരെ രാവിലെ, പാത്ര പക്ഷിയും ഗാഡിവാലയാണ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് വരുന്ന കഥാപാത്രങ്ങൾ. ദൃശ്യിക വിവരൺ പക്ഷി ജമീൻ സെ ദീമക്കെ ചുൻ ചുൻകർ ഇക്കട്ടാ കർത്താ ഹെ. പക്ഷി തറയിൽ നിന്നും ചിതലുകൾ തിരഞ്ഞെടുത്ത് ശേഖരിച്ച് വെക്കുന്നു. ഉസ്കെ പാസ് ദീമകോം ക ഡേർ ദേഖ്താ ഹെ. അവൻ്റെ അരികിൽ ചിതലുകൾ ഒരു കൂമ്പാരമാകുന്നു. ദൂർ സെ ഗാഡി ലേക്കർ ഗാഡിവാല ആത്താ ഹെ. അകലെ നിന്നും വണ്ടിയുമായി വണ്ടിക്കാരൻ വരുന്നു. ഇനി അവർ തമ്മിലുള്ള സംഭാഷണമാണ്. സംവാദമെന്നോ വാർത്താലാപെന്നോ കൊടുക്കാം. സംവാദ് പക്ഷി ഗാഡിവാലെ ഓ ഗാഡിവാലെ തും കഹാം താ, मैं कब से तुम्हारा इंतज़ार कर रहा है. വണ്ടിക്കാര ഓ വണ്ടിക്കാര നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ എത്ര ദിവസമായി നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഗാഡിവാല ക്യാ ബാത്ത് ഹേ. എന്താ കാര്യം? പക്ഷി ദേഖോ മേനെ കിത്തനി സാരി ദീമകെ ജമാ കർ ലി ഹേ. നോക്കൂ ഞാൻ എത്രത്തോളം ചിതലുകളാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നതെന്ന്. ഗാഡിവാല തോ മേ ക്യാ കറൂം. അതിന് ഞാൻ എന്ത് വേണം? പക്ഷി ये मेरे दीमके तुम ले लो और मेरे पंख मुझे वापस कर दो. ഈ ചിതലുകൾ നീ എടുത്തിട്ട് എൻ്റെ ചിറകുകൾ എനിക്ക് തിരിച്ചു തരൂ. ഗാഡിവാല ബേവക്കൂഫ് मैं दीमक के बदले पंख लेता हूँ. पंख के बदले दीमक नहीं. വിഡ്ഢി ഞാൻ ചിതലുകൾക്ക് പകരം ചിറകുകളാണ് എടുക്കുന്നത്, അല്ലാതെ ചിറകുകൾക്ക് പകരം ചിതലുകളല്ല. ഗാഡിവാല ചലാ ജാത്താ ഹെ. വണ്ടിക്കാരൻ പോകുന്നു. പക്ഷി ചട്പടാക്ക രഹ ജാത്താ ഹെ. പക്ഷി സങ്കടപ്പെട്ട് ഇരിക്കുന്നു. ഇനിയും ഈ പാഠഭാഗത്ത് നിന്ന് ഒരുപാട് ദൃശ്യങ്ങൾ വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആദ്യത്തെ ദൃശ്യം തന്നെ വണ്ടിക്കാരനും പക്ഷിയും തമ്മിൽ കച്ചവടം ഉറപ്പിക്കുന്നത്. രണ്ടാമത് ഇത് കണ്ട അച്ഛൻ മകനെ ഉപദേശിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന വിഷയം ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് വേണം നമ്മൾ സ്ഥാൻ, സമയ്, കഥാപാത്രങ്ങൾ അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ തയ്യാറാക്കേണ്ടത്. തന്നിരിക്കുന്ന വിഷയം അനുസരിച്ച് വേണം. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഫോർമാറ്റ് ഇതാണ്. ദൃശ്യ, സ്ഥാൻ, സമയ്, കഥാപാത്രം, ദൃശ്യിക വിവരൺ, സംവാദ് എന്നിവ ഉണ്ടായിരിക്കണം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് അറിയിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.